ഹരി ഓം. കൽക്കി എന്താ ഇങ്ങനെ പറ്റിയത്? ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുയോഗി ഷീലായ്യപ്പൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NSK ആത്മവിദ്യാ പാഠത്തിൻ്റെ മൂന്നാമത്തെ പാഠം തന്നെയാണ്. ആത്മവിദ്യാ പാഠത്തിൻ്റെ മൂന്നാമത്തെ ലെസൺ അത് തന്നെയാണ് മൂന്നാമത്തെ പാഠം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാം സൃഷ്ടാവായ എൻ്റെയും നിങ്ങളുടെയും സർവ്വചരാചരങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാരായണനെ വന്ദിക്കാം, ഭഗവാനെ സ്തുതിക്കാം. ഓം നമോ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഹരിനാമ കീർത്തനമിതൊരു ചെയ്വതിന്നു പൊരുളരുളാല ദേവകളും അരുൾ ചെയ്ത പൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പതും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പലത് കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിലും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനദി തൊൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ. പച്ചക്കിളി പൗഴ പാൽവണ്ണ മൊത്ത നിറമിച്ചിപ്പവർക്ക് ഷടാധാരം കടന്നുവർ വിശ്വസ്തുതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോ ഭേദരൂപ ഹരിനാരായണായ നമ. തത്വത്തിലുള്ളിൽ ഉദയം ചെയ്വതിന്നു പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്ക് തക്കൊരുപദേശം തരും ജനനമറ്റിയിടുവെന്നവനു നാരായണായ നമ. എൻ പാപമൊക്കെ അകലുവാൻ ചിത്തഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത രംഗേട്ട ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവൻ പോരുകാക്ഷഹരി നാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്നി പ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവും പക്ഷീഗണങ്കരുടനെ കണ്ട് കൈതൊഴുക രക്ഷിക്കയെന്നറിക നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നൊന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രസനും സ്വപ്നാദിയിൽ പലത് കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. അപ്പൊ ഇന്നലെ ഹരിനാമകീർത്തനത്തിന്റെ 4 ശ്ലോകങ്ങളാണ് ഞാൻ ചൊല്ലിയത്. ഇന്ന് ഹരി ശ്രീ ഗണപതായ നമഃ വരെ ചൊല്ലി. അപ്പൊ ഹരി ശ്രീ ഗണപതായേ നമ. അപ്പൊ ഇന്ന് 9 ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലി. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ചെല്ലുകയാണ്. കാരണം ഇത് ഞാൻ ചെറുപ്പത്തിലെ മുത്തശ്ശി ചെല്ലുന്ന കേട്ട് കാണാൻ പഠിച്ചാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് കാണും. അത് ഞാൻ തിരുത്താനൊന്നും പോകുന്നില്ല. അത് ഭഗവാൻ ഇഷ്ടമാണ്. നമ്മൾ ഭക്തന്മാർ എങ്ങനെയൊക്കെ ചൊല്ലിയാലും അത് ഭക്തിയാണ് പ്രധാനം. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഹരിയോം ശശികണ്ണ. ഹരിയോം ഹരിയോം. ഇന്ന് ഞാൻ ശശികണ്ണനെ കണ്ടു, ഇന്നലെ ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ആത്മവിദ്യ പാഠത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മവിദ്യാ പാഠം 3ലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടി ഓർക്കണം. നമ്മുടെ എല്ലാം ആത്മപിതാവായിരിക്കുന്നത് ഭഗവാൻ നാരായണനാണ്. ഭഗവാൻ നാരായണനെ നമ്മൾ വാസുദേവൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എല്ലാം മാതാവായിരിക്കുന്നത് ഭൂമിദേവിയാണ്. നമ്മൾ ഭൂമിദേവിയുടെയും ഭഗവാൻ നാരായണന്റെയും സന്താനങ്ങളാണ്. ഭൂമിദേവിയെ നമ്മൾ വസുന്ധര എന്ന് പറയുന്നു, ഭഗവാൻ നാരായണ വാസുദേവൻ എന്ന് പറയുന്നു. അപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ദേവി വസുന്ധരായ നമഃ. നമ്മുടെ വസുദൈവ കുടുംബമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ്. ഇവിടെ ഉള്ള സകല ജീവജാലങ്ങളും, മനുഷ്യ മാത്രമല്ല, പക്ഷിമൃഗാദികളും വൃഷലതാദികളും എല്ലാം ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു കുടുംബമാകുമ്പം നല്ലവരുണ്ടാവാം, മോശമായിട്ടുള്ളവരുണ്ടാവാം, എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവാം. നമ്മൾ മോശം, അതായത് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ തൽക്കാലം വിട്ടിട്ടാണ് നമ്മൾ ഭഗവാനെ കുറിച്ചാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ആത്മവിദ്യയെക്കുറിച്ചാണ്. ലോകത്ത്
18 വിദ്യകളാണുള്ളത്. അതായത് 18 ശാസ്ത്രങ്ങൾ. അതിൽ മഹാശാസ്ത്രങ്ങൾ അഥവാ മഹാവിദ്യകൾ 10 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യ തന്നെയാണ്. ആത്മവിദ്യ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തീർന്ന് നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഒരു 864 കോടി വർഷമായി നമ്മൾ ഭഗവാനിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പല പരിണാമത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് നമ്മൾ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കലിയുഗത്തിൻ്റെ അവസാനത്തെ പാദമാണ്. ഇത് 1000 ചതുർയുഗത്തിലെ അവസാനത്തെ കലിയുഗമാണ്. ഇത് കഴിഞ്ഞാൽ പ്രപഞ്ചം മരിക്കാൻ തുടങ്ങുകയാണ്. ബ്രഹ്മപ്രളയം ഉണ്ടാകും. ഒരുപാട് സംഭവങ്ങളുണ്ടാകും. അതൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. നമുക്കിവിടെ ഭഗവാൻ എന്താണെന്ന് പഠിക്കാം. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഈ ലോകം മുഴുവൻ നമ്മൾ തെരഞ്ഞാലും ജീവനുള്ള ഒരു ദൈവത്തിനെയും കിട്ടത്തില്ല. ആൾക്കാരുടെയൊക്കെ വിശ്വാസം മാത്രമാണ് ദൈവം സ്വർഗത്തിലിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സ്വർഗമൊന്നും എവിടെയൊന്നും ഇരിപ്പില്ല. ഉള്ള സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെയാണ്. പക്ഷെങ്കിൽ പ്രപഞ്ചത്തിന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സ്വർഗം, ഭൂമി, നരകം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ഈ സ്പേസ് ആണ് സ്വർഗം എന്ന് പറയുന്നത്. നരകം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലുള്ള ഭാഗമാണ്. ഭൂമി ഇങ്ങനെ ഒരു ഗോളമാണല്ലോ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനടിയിൽ സ്പേസ് ഉണ്ട്, അതാണ് നരകം എന്ന് പറയുന്നത്. പിന്നെ ഭൂമി, ഇതാണ് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിനെ ഭഗവാൻ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. എല്ലാത്തിലും ഒരു 3ന്റെ കണക്കുണ്ട്. അപ്പം നമ്മൾ ആത്മവിദ്യയാണ് ശ്രേഷ്ഠമായ വിദ്യ എന്ന് പഠിച്ചു. പിന്നെ ആരാണ് ആത്മാവ്? ആത്മാവെന്ന് പറയുന്നതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിലെ ജീവന്, നമ്മുടെ പ്രാണന്, നമ്മുടെ ഊർജം, ബയോ എനർജി എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഭഗവാൻ തന്നെയാണ്. പിന്നെ ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത്? ഞാൻ പറഞ്ഞു, നാരായണനാണ് പ്രപഞ്ചത്തിന്റെ സുപ്രീം ദൈവം. നമുക്കറിയാം എല്ലാ കോടതിക്കും മുകളിലൊരു കോടതിയുണ്ട്, സുപ്രീം കോടതി. അപ്പം നമ്മളെല്ലാം ദൈവങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന, നമ്മളെല്ലാം സൃഷ്ടിച്ചതും എല്ലാം ഭഗവാൻ നാരായണനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സുപ്രീം ദൈവം എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു എന്താ പറയുന്ന, ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാന്റെ ഊർജ്ജം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ജലത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നാരായണൻ എന്ന് പറയുന്നത്. നാരം എന്ന് പറഞ്ഞ ജലമാണല്ലോ. ജലത്തിൽ ശയിക്കുന്നവനാരോ അവനാണ് നാരായണൻ. നാരം അയനം എസ് നാരായണ. ഉദയകണ്ണ, യു ആർ വാച്ചിങ് ഹരി ഓം. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് പ്രോഗ്രാം, ഇൻ ദിസ് ലെസൺ. ഓക്കെ. പിന്നെ ഭഗവാൻ ഒരേ സമയം അന്തർയാമിയാണ്, ബഹിർയാമിയാണ്. ഭഗവാന് ഇല്ലാത്തൊരു വസ്തു പോലുമില്ല. എല്ലാ ആറ്റങ്ങളിലും, എല്ലാ തന്മാത്രയിലും, എല്ലാ കോശങ്ങളിലും ഭഗവാനുണ്ട്. ഭഗവാൻ സർവ്വവ്യാപിയാണ്. അതിനെക്കുറിച്ച് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, 7-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത ഭൂയോ അയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ഒരിക്കൽ കൂടെ പറയാം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത ഭൂയോ അഹം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ഞാൻ പ്രകാശം എങ്ങനെയാണ്, സൂര്യപ്രകാശം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്, അതുപോലെ ഊർജ്ജമായിരിക്കുന്ന ഞാൻ ഈ പ്രപഞ്ചം മൊത്തം വ്യാപിച്ചു കിടക്കുകയാണെന്നാണ് നമ്മുടെ പിതാവായ നാരായണൻ പറയുന്നത്. അതുപോലെ പക്ഷെ ഈ മൂഢരായ മനുഷ്യർ, അവർ അജ്ഞാനത്തിൽ പെട്ടുകിടക്കുകയാണ്. അവർ ഭൗതിക കാര്യങ്ങളിൽ ഓടി നടക്കുന്നവരാണ്. അവർക്ക് ഉള്ളിലോട്ട് നോട്ടമില്ല. ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്നുള്ള വിചാരമില്ലാതെ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ അവർക്ക് ഒരിക്കലും ഭഗവാനെ കണ്ടെത്താൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാവരും ഭഗവാന്മാരാണ്. ഭൂമിയിൽ 900 കോടി മനുഷ്യരുണ്ട്. നമ്മൾ വിചാരിക്കുമോ ഈ കൊള്ളരുതാത്ത മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ആളുകൾക്ക് എന്താ പറയാ, പിന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന മനുഷ്യരെ, ആളുകളെ കൊല്ലുന്ന മനുഷ്യരെ, മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മനുഷ്യരെ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ. അവരിലൊക്കെ ഭഗവാൻ ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഉണ്ട്. ഭഗവാൻ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിതം ഇല്ല. കാരണം നമ്മളുടെ ഊർജ്ജം, നമുക്ക് ജീവൻ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈ ജീവൻ ഇല്ലെങ്കിൽ നമ്മൾ ജഡമാണല്ലോ. അപ്പം ഭഗവാൻ ഇല്ലാത്ത ഒരു വസ്തു പോലും ഇല്ല. എല്ലാ മനുഷ്യരിലും ഭഗവാനുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഭഗവാനെ അറിയാത്തത്? അവർ ഭഗവാനാണെന്ന് അവരെന്തുകൊണ്ട് അറിയാത്തത്? അപ്പം ഭഗവാനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ 33 കോടി ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറും എന്താ പറയുന്നത്, അത് മിത്താണ്. മിത്തെന്ന് പറഞ്ഞാൽ 33 മുക്കോടി എന്ന് പറയുന്നത് തന്നെ കണക്കേ തെറ്റാണ്. 33 കോടിയല്ല, അവിടെ കോടി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്നർത്ഥം. അതായത് 33 ഗ്രൂപ്പായിട്ട് ദൈവത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 33 കോടിയാണ്. 33 ഗ്രൂപ്പുകളിലായിട്ടാണ് ദൈവത്തിനെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യരെ 33 ഗ്രൂപ്പിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ 33 ഗ്രൂപ്പിനെയാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത്. ആ 33 ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് 11 രുദ്രന്മാരാണുള്ളത്.
പിന്നെ 12 ആദിത്യന്മാരുണ്ട്. അപ്പോൾ അതിൽ എത്രയായി? 11, 12, 23ആയി. പിന്നെ 8 അഷ്ടവസുക്കളുണ്ട്. 23, 8, 31. പിന്നെ 2 അശ്വനി ദേവന്മാർ, അവര് വൈദ്യന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെ 31, 2, 33. ഈ 33 തരം ദൈവങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാൽ 33 തരം മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്. പക്ഷെ ഞാൻ ഈ 33 അങ്ങ് വിടുകയാണ്. നമ്മൾ ഒരു ലോകത്തിലെ 3 തരം മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഈ ഭഗവാൻ കൃഷ്ണനോ രാമനോ ഒന്നും അല്ല ഈ 33 കോടി പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞതും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ സത്യത്തിൽ 3 തരം മനുഷ്യരെ ലോകത്തുള്ളൂ. ഭഗവാൻ 3ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് വിഷ്ണുവായിട്ടും ശിവനായിട്ടും ബ്രഹ്മാവായിട്ടും. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോസിറ്റീവാണ്, ശിവൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, 0 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്നില്ല. അതിന് നമ്മൾക്ക് വേണ്ടുന്നത് ഭക്തിയാണ്. ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനോടുള്ള പ്രേമം. അതായത് നമുക്ക് നമ്മളോടുള്ള പ്രേമം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണോ, അതോ നമ്മൾ പണത്തിനെയാണോ, മാതാപിതാക്കളെയാണോ, മക്കളെയാണോ, സമ്പത്തിനെയാണോ, അല്ലെങ്കിൽ ഭക്ഷണത്തിനെയാണോ, വസ്ത്രത്തിനെയാണോ, ആഭരണത്തിനെയാണോ, അതോ സുഹൃത്തുക്കളെയാണോ, പിന്നെന്തൊക്കെയാണ്, നമ്മുടെ ഭാര്യ ഭർത്താവ്, അതായത് നമ്മുടെ കളത്രം, ഇവരെയാണോ സ്നേഹിക്കുന്നത്? നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മൾ നമ്മളെ മാത്രമാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ ഭക്തരാണ്. പക്ഷേങ്കിൽ അവിടെ കണ്ടീഷൻ ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന പറഞ്ഞ് നമ്മൾ ഒത്തപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് അഹങ്കാരം പാടില്ല. അഹങ്കാരം 0 ആവണം. ഒരു കണിക പോലും അഹങ്കാരത്തിന്റെ തരുമ്പ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും വിനയമുള്ളവരായിരിക്കണം. അപ്പൊ ഒന്നാമത് നമുക്ക് വേണ്ടുന്ന ഗുണം എന്ന് പറയുന്നത് നിഷ്കാമ പ്രേമം, അല്ല നിഷ്കാമ ഭക്തി. നിഷ്കാമ ഭക്തിയാണ് ആദ്യത്തെ ഗുണം. നമുക്ക് ഭഗവാനെ അറിയാൻ വേണ്ടുന്നത് നിഷ്കാമ ഭക്തി. നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ ഭജിക്കുക. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുക. അതാണ് ഇന്നത്തെ മനുഷ്യർ ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി പൂജയ്ക്ക് പൈസ കൊടുക്കും, അർച്ചന ചെയ്യും, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ട് മെഴുകുതിരി കത്തിക്കും, അവിടെ എന്താ പറയുന്നത്, കിരീടം നേരും, അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോന്ന് കൊടുത്ത് കാര്യങ്ങൾ സാധിക്കും. അത് നിഷ്കാമ ഭക്തിയല്ല, വിശ്വാസവും ഭക്തിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അധ്വാനിക്കണം, കാശുണ്ടാക്കണം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം. പിന്നെ ഞാൻ ഭഗവാനോട് ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം എനിക്ക് BEdന് അഡ്മിഷൻ വേണമായിരുന്നു. 11 വർഷം ഞാൻ അതിന്റെ പുറകെ നടന്ന അഡ്മിഷന് ഒരു നിവൃത്തിയില്ല. എന്നാൽ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. ഓരോ വർഷം ഓരോ രീതിയിൽ അത് തട്ടിപ്പോവായിരുന്നു. അവസാനം 11ാമത്തെ വർഷം എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയം അപ്പോഴത്തേന് ഞാൻ ഗുരുവിലെത്തിയതിന് ശേഷമാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഒരുപാട് വർഷം ശ്രമിച്ചാലും നടക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വ്രതമൊക്കെ എടുക്കും. അങ്ങനെ പല കഠിന പരീക്ഷണങ്ങളിലൊക്കെ പോകും. അപ്പോൾ അത് സാധിച്ചു കിട്ടും. അപ്പം അങ്ങനെ എല്ലാം സാധിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ നാരായണൻ. നമ്മുടെ പിതാവായ നാരായണന്റെ കൃപ കൊണ്ട് എല്ലാം സാധിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ശീലായപ്പൻ. ശീലായപ്പന് നഷ്ടപ്പെടാനും ഒന്നുമില്ല, നേടാനും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഉള്ള ഭഗവാനെ അറിയാൻ ആദ്യം വേണം നിഷ്കാമ ഭക്തി. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ ഭജിക്കുക. ഭക്തി ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സ്വതന്ത്രനാകാൻ പറ്റുകയില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. എനിക്ക് എവിടെ പോകാം വരാം, എന്നോട് ആരും ചോദിക്കത്തില്ല, എന്നെ ആരും നിയന്ത്രിക്കുന്നില്ല. ഏത് കാര്യത്തിനും എനിക്ക് പരിപൂർണ്ണ സാധാരണ മക്കളായാലും ഹസ്ബൻഡായാലും ഒന്നും എന്നോടൊരു കാര്യവും പറയരുത്. കാരണം അവരെന്തെങ്കിലും പറഞ്ഞാൽ നടക്കത്തില്ലെന്നറിയാം. കാരണം എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഈ ലോകം എവിടെ വേണമെങ്കിലും ഞാൻ പോകാം. അപ്പം നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്വാതന്ത്ര്യം, അത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. എല്ലാത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. അപ്പം ഭക്തിയെക്കുറിച്ച് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരണ്യകാണ്ഡത്തിന്റെ അവസാനത്തെ ഭാഗം ശബരിയാശ്രമ പ്രവേശത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശബരിമാതാവിനോട് പറയുന്നുണ്ട്, തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാതഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ലെന്നെ മത്ഭക്തി കൊണ്ടൊഴിഞ്ഞൊന്നൊരു നാളും. തീർത്ഥസ്നാനാദി തപോദാന, നിങ്ങൾ ഏത് ഗംഗയിൽ പോയി കുളിച്ചിട്ട് ഒരു കാര്യമില്ല, ഏത് നിളയിൽ പോയി സ്നാനം ചെയ്തിട്ടും കാര്യമില്ല. തീർത്ഥസ്നാനാദി തപോദാന, തപസ് ചെയ്തിട്ടും കാര്യമില്ല. ദാനം ചെയ്തിട്ടോ എല്ലാവർക്കും വാരിക്കോരി കൊടുത്ത് വലിയ ദാനശീലനായാലോ അതിലും കാര്യമില്ല. തപോദാന വേദാധ്യായന, നിത്യേന വേദാധ്യായനം ചെയ്താലോ, അല്ല വേദപാരായണം ചെയ്താലോ, ബൈബിള് വായിച്ചാലോ, ഖുറാൻ വായിച്ചാലോ, രാമായണം വായിച്ചാലോ, ഭാഗവതം വായിച്ചാലോ, അപ്പൊ ഏത് വേദപാരായണം നടത്തിയിട്ടും കാര്യമില്ല. വേദാധ്യായന ക്ഷേത്രോപവാസന, ക്ഷേത്രത്തിൽ പോവുക, റെഗുലറായിട്ട് ഇനി അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എവിടെയെങ്കിലും പോവുക. ഉപവാസം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അടുത്തിരിക്കുക, ഭഗവാന്റെ പേരും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഉപവാസം ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ അടുത്തിരിക്കാന്ന് ഉപവസിക്കുക എന്നുള്ള അർത്ഥം. ക്ഷേത്രോപവാസ യാഗാതഖില കർമ്മങ്ങള, യാഗം ചെയ്താലും എന്തെല്ലാം യാഗങ്ങളോ യജ്ഞങ്ങളോ
ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ, എന്നെ നിങ്ങൾക്ക് ആർക്കും കിട്ടുകയില്ല. ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ. അതായത് ഭഗവാൻ എന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉള്ള ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ്. അപ്പം ഭഗവാനെ കണ്ടു കിട്ടണമെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യാന ക്ഷേത്രോപവാസ യാഗാദ് അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ. മൽഭക്തി കൊണ്ടൊഴിഞ്ഞൊരു നാളും മൽഭക്തി, എന്നിൽ ഭക്തി ഇല്ലാതെ നിനക്കൊരിക്കലും എന്നെ കിട്ടത്തില്ല. അതാണ് പറയുന്നത്. അപ്പം ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് പരിപൂർണമായ ഭക്തി ഉണ്ടായിരിക്കണം, പ്രേമം. അപ്പം ഞാനൊരു പ്രേമരോഗിയാണ്. എനിക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ പാട്ടുകളൊക്കെ പ്രേമം ഉള്ള പാട്ടുകളാണ്. പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ വന്നപ്പം തൊട്ട് ഒരുപാട് പ്രേമഗാനം, ഹൃദയ സംഗീതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 180 പാട്ടുകളിട്ടുണ്ട്. എല്ലാം പ്രേമഗീതങ്ങളാണ്. അപ്പോൾ എനിക്ക് ജന്മന കിട്ടിയൊരു അസുഖമാണ് പ്രേമരോഗം. ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേമരോഗമുള്ളവർക്ക് പ്രമേഹം വരത്തില്ലെന്ന്. കാരണം അവർ സ്വയം പഞ്ചാരയാണ്, സ്നേഹമാണ്, പ്രേമമാണ്. അപ്പം പ്രേമത്തോടുകൂടെയുള്ള ഭക്തി, നമുക്ക് നമ്മളോട് പ്രേമം തോന്നുമ്പോൾ നമുക്ക് എല്ലാവരോടും പ്രേമം തോന്നും. കാരണം എന്നിൽ ഭഗവാനാണല്ലോ ഇരിക്കുന്നത്. അപ്പം നിങ്ങളിലും അത് തന്നെയല്ലേ. അപ്പം നിങ്ങളോട് എനിക്ക് എന്താ തോന്നുക? എൻ്റെ കണ്ണന്മാരല്ലേ നിങ്ങളോട് എനിക്ക് പ്രേമമല്ലേ തോന്നുക? ആ പ്രേമത്തിന് ഒരർത്ഥമുണ്ട്. കാമമില്ലാത്ത സ്നേഹത്തിനെയാണ് പ്രേമം എന്ന് പറയുന്നത്, കാമമില്ലാത്ത സ്നേഹം. പക്ഷെ ഇന്നത്തെ മനുഷ്യന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കാമമാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും അവരെ പ്രാപിക്കണം, അതാണ് മെയിൻ ചിന്ത. ശരീരത്തിനോടാണ് മനുഷ്യന്റെ പ്രേമം. പക്ഷെ ഷീലായപ്പൻ അതല്ല. ഷീലായപ്പൻ ആരുടെയും ശരീരത്തിന്റെ ആവശ്യമില്ല, മനസ്സിന്റെ പവിത്രത, അതാണ് ഷീലായപ്പൻ നോക്കുന്നത്. അപ്പം പ്രേമത്തോടുകൂടിയ ഭക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കണ്ടുകിട്ടാൻ പോകുന്നത്. അതാണ് നിഷ്കാമ ഭക്തി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം. ഒരു സെക്കൻഡ്, എനിക്ക് സമയം നോക്കണം, കാരണം എൻ്റെ ഡ്യൂട്ടി ഉണ്ട്. 9:15, അതിന് 15 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി നിഷ്കാമ കർമ്മം. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യാന്നല്ല, നമ്മൾ ഫലത്തെ ചിന്തിക്കാതെ നമ്മൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മുടെ കർമ്മം ചെയ്യുക. അതാണ് നിഷ്കാമ കർമ്മം. ഉദാഹരണത്തിന് കുട്ടി പഠിക്കുകയാണ്, സ്കൂളിൽ പഠിക്കുന്നു, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതണം. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്നും പറഞ്ഞ് പഠിക്കുന്നതാണ് ഫലം ഇച്ഛിച്ചുള്ള കർമ്മം. അതേസമയം അത് നന്നായി പഠിക്കുക, മാക്സിമം പഠിക്കുക, കഴിയുന്ന അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എഫേർട്ടിൻ്റെ ഫലം അതിന് കിട്ടും. അത് എത്ര അധ്വാനിച്ചോ അതിനുള്ള ഫലം അതിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളമുണ്ട്, ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം വീട് പോലെ. സ്വന്തം വീട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉദയകണ്ണ, ഐ ആം ഫൈൻ, വെരി മച്ച് ഫൈൻ, താങ്ക് യു. ഓക്കെ. അപ്പം എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനൊരു ബ്യൂറോയിൽ നിന്നാണ് ഇവിടെ ജോലിക്ക് വന്നത്. കാരണം കൊറോണ സമയം ആയപ്പം തൊട്ട് എൻ്റെ ട്യൂഷനൊക്കെ പോയി എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. കാരണം നമ്മൾ ഈ യോഗിയൊക്കെ അല്ലേ, നമുക്കൊന്നും സമ്പാദ്യം ഇല്ല കേട്ടോ. ഈ സ്നേഹം ഞാനൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം. അപ്പോൾ അന്ന് ജീവിക്കാൻ പറ്റാത്ത സമയത്ത് ഭഗവാൻ എനിക്ക് എൻ്റെ ട്രാക്ക് ചേഞ്ച് ചെയ്തു. അത് അതിന് മുന്നേ തന്നെ ചേഞ്ച് ചെയ്തു. കാരണം കൊറോണ വരുന്ന എന്നാ 2019 അവസാനമാണ്. ഞാൻ 2019 ജൂലൈ ആയപ്പോഴേ പെട്ടെന്ന് എനിക്ക് തോന്നലുണ്ടായി, ഇനി എനിക്ക് ടീച്ചിങ് വേണ്ട, എനിക്ക് വേറെ ഏതെങ്കിലും ഞാൻ ജോലിക്ക് പോകാനും മടുത്ത്. 26 വർഷം ടീച്ചിങ് ചെയ്ത് ഞാൻ മടുത്ത്. അപ്പം ട്രാക്ക് മാറ്റി ഞാൻ നാനിയായിട്ട് പോയി. നാനി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെയൊക്കെ നോക്കുന്ന അമ്മയുടെ റോളാണ്. അത് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അപ്പം അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടി. ഞാൻ തറ തടച്ചുകൊണ്ടിരിക്കലേ സ്ലിപ്പായിട്ട് എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടി. അപ്പം പിന്നെ എനിക്ക് ഈ കൊച്ചു പിള്ളേരുടെ പണിയെടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിള്ളേരെ ഇവിടെ പുറകെ ഓടണം, ചാടണം. എനിക്കത് കുറച്ച് ഡാൻസ് അറിയാവുന്നതിൽ ഞാൻ ഇവരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയ ഭാരമായിട്ട് പോയി, കാരണം കാലിൻ്റെ മുട്ടിനാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ബേബികളെ വേണ്ട, വലിയ ബേബിയെ എടുക്കാം. വലിയ ബേബി എന്ന് പറഞ്ഞാൽ വലിയ അമ്മമാരെ. അങ്ങനെ ഞാൻ ഒരു 6 അമ്മമാരെ ഇവിടെ പരിചരിച്ചത്, 7ാമത്തെ അമ്മയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം വാക്സിനൊക്കെ എടുത്തിട്ട് എൻ്റെ കൈയൊക്കെ നീര് പിടിച്ച് ഞാൻ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ടൈമായ. ഓക്കെ. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ വീട്ടിൽ എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ അമ്മയ്ക്ക് സമയത്തിന് മരുന്ന് കൊടുക്കണം, അമ്മയെ ഹോസ്പിറ്റലിൽ ഒക്കെ ആവശ്യമുള്ളപ്പം കൊണ്ടുപോകണം. അങ്ങനെ പല ജോലികളും എനിക്ക് പറഞ്ഞ്. പക്ഷെ ഞാനിവിടെ വന്ന് ഇവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു ബായി വരും, ഒരു മൗസി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ മൗസി വരും. പക്ഷെ അവർ ബാത്റൂമൊക്കെ കഴിയുമ്പോഴേക്കും എനിക്കങ്ങനെ അതൊരു തൃപ്തി ആവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, മമ്മി അവരോട് പറയാൻ, അവരെ കഴുകണ്ട, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേര് ഉപയോഗിക്കുന്ന 2 ബാത്റൂമല്ലേ, അത് നമ്മുടെ വീട്ടിൽ കഴുകുന്ന പോലെ ഉള്ളൂ. അപ്പം നമ്മുടെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ വീടാണിത്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഈ കിട്ടാൻ എനിക്ക് പോകുന്ന 35,000 രൂപ എനിക്ക് ഈ മാസം കിട്ടണം, എനിക്ക് അതൊപ്പം കിട്ടുമെന്നും പറഞ്ഞ് ജോലി ചെയ്യുന്നതല്ല നിഷ്കാമകർമ്മം. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു നിഷ്കാമകർമ്മം, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക. കർമ്മണ്യേവാധികാരസ്യേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂ മാതേ സങ്കോസ്ത്യ കർമ്മണി. നമുക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ, ഫലം തരുന്ന ഭഗവാനാണ്. അപ്പം എൻ്റെ ഭഗവാൻ ഇവിടുത്തെ അമ്മയാണ്, എനിക്ക് മാസം തോറും ശമ്പളം തരുന്ന അമ്മയാണ്.
അപ്പം നമുക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. ഭഗവാൻ നമുക്ക് എൻ്റെ ഫലം തന്നുകൊണ്ടേ ഇരിക്കും. അപ്പം നിഷ്കാമ ഭക്തി, നിഷ്കാമ കർമ്മം. ഇനി മൂന്നാമത്തെ എന്താണ്? നിഷ്കാമ സ്നേഹം. ഇത് ഭഗവാനോടാണ് ഭക്തി. സ്നേഹം എല്ലാവരോടും ഇല്ലേ? ഇപ്പൊ യേശുക്രിസ്തു പറഞ്ഞാലും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു അത്രയും നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക. ഇപ്പൊ സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞ പോലെ സ്നേഹം തന്നെയാണ് ഈശ്വരന്. എല്ലാവരും നമ്മൾ സ്നേഹിക്കുക. പിന്നെ അതാണ് നിഷ്കാമ സ്നേഹം. നമുക്ക് ഒന്നും കിട്ടിയാലും കിട്ടിയില്ലേലും, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന. ഈ ലോകത്ത് സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം സ്നേഹം വിഷ്ണുവാണ്, ശിവനാണ് ഇന്ന് എല്ലായിടത്തും. കാമമാണ് ശിവന്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അത് നിഷ്കാമമായിരിക്കണം. അപ്പം നിഷ്കാമ ഭക്തി, പിന്നെ നിഷ്കാമ കർമ്മം, നിഷ്കാമ സ്നേഹം. നിഷ്കാമ ഭക്തി, നിഷ്കാമ കർമ്മം, നിഷ്കാമ സ്നേഹം. ഇനി നാലാമത്തെ ഒരെണ്ണം നിർവൈരത. ആരോടും നമ്മൾ വൈരം കൊണ്ട് നടക്കരുത്. വെറുപ്പിന്റെ ഒരു കണിക പോലും നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. ആരോടും ദേഷ്യം. എനിക്കന്ന് ഒരുപാട് ചെറുപ്പം തൊട്ട് എനിക്ക് അടി ഇടി തൊഴിയൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. എന്നെ എല്ലാവരും ചീത്ത പറയും എന്തൊക്കെ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. മിണ്ടാതെ നിന്ന് കേൾക്കും. അവർ പറഞ്ഞ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ ഇറക്കി വിടും, ആക്ഷേപിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ ഇവരോട് ആരോടെ എപ്പം കണ്ടാലും ഇവരോട് ചിരിക്കും, സംസാരിക്കും. എന്തായാലും പറയണ്ടേ അന്നേരം പറഞ്ഞു, അത് അപ്പോഴേ തീർന്നു. ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല. അപ്പം നിർവൈരത. ഒരു മനുഷ്യരിലും നമുക്ക് വൈരം ഉണ്ടാകാനേ പാടില്ല. അതാണ് നാലാമത്തെ നമ്മൾ പാലിക്കേണ്ട ഇത്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് നിഷ്കപടത. കാപട്യ ഉണ്ടാകാൻ പാടില്ല. ചതിവ്, വഞ്ചന, കള്ളം പറയുക, മോഷ്ടിക്കുക, ഇതൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ട് ജീവിക്കുക. നിഷ്കപടത. മനസ്സിലായോ 5 കാര്യങ്ങള്? നിഷ്കാമ ഭക്തി, നിഷ്കാമ കർമ്മം, നിഷ്കാമ സ്നേഹം, നിർവൈരത. 5-മത്തെ എന്താണ്? നിഷ്കപടത. 6-മത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹിംസ. അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാരണം മറ്റൊരാളൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പരോപകാരം നമ്മൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. പക്ഷെ ഒരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളായിട്ട് വേദനിപ്പിക്കരുത്. പക്ഷെ നമ്മളെ വേദനിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ചെള്ളക്കടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നത് അത് ഒരു പരിധിവരെയൊക്കെ ശരിയാണ്. പക്ഷെ എപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. 2-3 അടിയൊക്കെ നമ്മൾ വാങ്ങാം. പക്ഷെ 4-മത്തെ അടിയൊക്കെ കിട്ടാമെന്ന് തിരിച്ചൊന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളായിട്ട് ഒരു വഴക്കിന് പോകരുത്. നമ്മളായിട്ട് ഒരു ജീവിക്കും, ഒരു പ്രാണിക്കും ചോര ചിന്താനുള്ള അവസരം കൊടുക്കരുത്. ഒന്നിനെയും നമ്മളായിട്ട് കയറി ഉപദ്രവിക്കരുത്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ ജീവജാലത്തിനും അവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, അവർക്ക് സന്തോഷം വേണം, ശാന്തി വേണം, നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. കാരണം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാണ്, തുടിക്കുകയാണ്, ഇങ്ങനെ ത്രോബിങ്. അവർ ഹേർട്ട് ഈസ് ത്രോബിങ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗോഡ് നോട്ട് സുപ്രീം ഗോഡ്. നാരായണനാണ് ഹൃദയത്തിൽ, അല്ലെ വിഷ്ണു ഭഗവാനാണ് ഹൃദയത്തിൽ തുടിക്കുന്നത്. അപ്പം ആ ഭഗവാൻ ഉള്ളിലിരുന്ന് എന്താ, ഭഗവാൻ സത്യത്തിൽ യോഗ നിദ്രയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഉള്ളിലെല്ലാം ഭഗവാൻ നിദ്രയിലാണ്. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ ഉണർത്താൻ പറ്റുള്ളൂ. ഭക്തി കൊണ്ട് ഉണർത്തണമെങ്കിൽ നമ്മൾ ഭക്തി ഉണ്ടാവണേ എന്ത് ചെയ്യണം? ഭഗവാൻ ഏറ്റവും പ്രിയം കീർത്തനങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ ആൾക്കാരൊക്കെ ഭജനകൾ പാടുന്നത്. അപ്പം ഭഗവാൻ ഏറ്റവും വേണ്ടുന്ന ഭഗവാനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ. ആ സ്തുതി എങ്ങനെ ഏത് ദൈവങ്ങളുടെ രൂപത്തിൽ നമുക്ക് സ്തുതിക്കാം. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ ഉണ്ടല്ലേ, ഒരുപാട് ഭജന ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ഭഗവാനെ എന്റെ കാര്യങ്ങളാണ്, ആത്മവിദ്യ പാഠങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 50,000-ഓളം പോസ്റ്റുകളൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതിലെല്ലാം മനുഷ്യനെ ഭക്തിയിലോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ച്. അത് ഏകദേശമൊക്കെ ആയി. ഇപ്പൊ 11-ാമത്തെ വർഷമായപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത് വരുന്നു. ഇന്ന് 2 പേരെ കാണുന്നുള്ളൂ. ഒന്ന് ശശികണ്ണനാണ്, ഒന്ന് ഉദയങ്കണ്ണനാണ്. ഉദയങ്കണ്ണൻ സുഖമാണോ? എറണാകുളത്താണോ ഇപ്പോഴും? അത് ഇപ്പൊ എവിടെയാണോ? അതോ ഗൾഫിലാണോ? അപ്പൊ എനിക്ക് ഈ കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ലെസൺ പഠിപ്പിക്കുമല്ലേ. കാരണം ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ലിങ്ക് വിട്ടു, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. ഇനി ഞാൻ ഈ എന്റെ പാഠങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയുന്നത്, ലൈവിൽ വരാൻ. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം വേണേൽ ചോദിക്കാം. കാരണം ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാം. അപ്പം നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു 18 സബ്ജക്ട് പഠിപ്പിക്കാൻ എനിക്ക് അറിയാം. 5-6 ഭാഷകളും, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യോളജി, സുവോളജി, ബോട്ടണി, മാത്സ്, അതിനകത്ത് ഓൾജിബ്ര, ജോമെട്രി, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, ഹിസ്റ്ററി, അല്ല എല്ലാം അങ്ങനെ കുറേ സബ്ജക്ട് അറിയാം. ഇതിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്കറിയാം. പക്ഷെ അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. കാരണം നമുക്ക് ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. തന്നെയല്ല എല്ലാവരും പഠിച്ചിട്ടുള്ള. പക്ഷെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കിട്ടാത്ത, ഗൂഗിളിന് പറയാൻ പറ്റാത്ത ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആത്മാവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന് ഒന്നും നമുക്ക്, അല്ലെ നമ്മുടെ പപ്പായ്ക്കൊന്നും കാര്യമായ ഉത്തരവും തരാൻ പറ്റത്തില്ല. അപ്പൊ എനിവേ
അപ്പം 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഉണർത്താനും നമുക്ക് ഭഗവാൻ നമ്മളാണെന്നുള്ള ബോധം ഉണ്ടാവുകയുള്ളൂ. ഇതാണ്. ഇത്രയും ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഉള്ളിലെ ഭഗവാൻ ഉണർന്ന് പ്രവർത്തിക്കുന്ന കാണാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയും. നമ്മളൊരു പഞ്ഞിക്കെട്ട് പോലെ ഈ ആകാശ ലോകം മൊത്തം പറന്ന് കിടക്കുന്ന ഒരു പ്രതീതി നമുക്ക് കിട്ടും. അതൊരു 10-19 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഭഗവാനെ അറിയാനുള്ള മാർഗം. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന്. ഇന്ന് നമ്മളിപ്പോൾ ഒരു പോയിന്റാണ് ശരിക്കും പഠിച്ചത്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ എങ്ങനെ തിരിച്ചറിയാം. അതിന് നമ്മൾ പാലിക്കേണ്ടത് 6 കൂട്ടം കാര്യങ്ങളാണ്. അപ്പം അതിന് എന്താ പറയുന്നത്, അതുകൊണ്ടാണ് ഒരു പഞ്ചാക്ഷരി മന്ത്രത്തിനകത്ത് പറയുന്നില്ലേ, എളുപ്പമായുള്ള വഴിയെ ചെല്ലുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 6 പടി കടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഉണരുകയുള്ളൂ. പക്ഷെ ഇന്നത്തെ മനുഷ്യനെല്ലാം അജ്ഞാനികളാണ്. അവർക്കറിയില്ല അവരുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന്. അവരിങ്ങനെ പുറത്തില്ലാത്ത വിശ്വാസത്തിൽ കൂടെ പോവാണ്. സ്വർഗത്തിൽ ഭഗവാൻ ഇരിക്കുന്നു, 14-ാമത്തെ ആകാശത്തിലിരിക്കുന്നു, 7-ാമത്തെ ആകാശത്തിലിരിക്കുന്നു, 3-ാമത്തെ ലോകത്തിലിരിക്കുന്നു, സ്വർഗത്തിലിരിക്കുന്നു. ഇങ്ങനെയല്ല, അത് വെറും വിശ്വാസമാണ്. സത്യത്തിലെ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുമാണ്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഓരോ ദൈവമാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. എൻ്റെ ഈ ആത്മവിദ്യാ പാഠങ്ങളൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും അല്പസ്വല്പം ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത്രയും മാത്രം. ഇത് നമ്മൾ നമ്മുടെ ഉള്ളിൽ പാലിക്കേണ്ട എന്താ പറയുന്നത്, ആ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ് ഇപ്പം പറഞ്ഞ ഈ 6 കൂട്ടം കാര്യം. പക്ഷെ നമ്മൾ ഇത് മാത്രം പോരാ. നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. നമ്മൾ രാവിലെ എണീക്കണം, കുളിക്കണം, കുറച്ചു നേരം ഇരുന്ന് നാമജപം ചെയ്യണം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വേറെയും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഞാൻ പഠിപ്പിക്കുന്ന ഈ വിഷ്ണുയോഗയാണ്. ശരിക്കും വിഷ്ണുയോഗയിൽ ഈ നോൺ വെജ് കഴിക്കരുതെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ നോൺ വെജ് അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണ്. അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതല്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് വേണ്ടി, അത് നമ്മളിങ്ങനെ ഇൻപുട്ട് ഇടും, അത് ഔട്ട്പുട്ടായിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു യോഗ അല്ലെ ഒരു പാഠം അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നെയാണ് ഷീലായപ്പന്റെ ഈ ഒരു പാഠങ്ങളെ. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നും സമയം കുറെ ആയി. ഇനിയിപ്പോ നമുക്ക് നിർത്താം. എൻ്റെ അമ്മോ, മമ്മിക്ക് മരുന്ന് കൊടുക്കണം. ഇനി 9:30 കഴിയുമ്പോൾ മമ്മിക്ക് മരുന്ന് കൊടുക്കണം. പിന്നെ കുറച്ച് മസാജ് ചെയ്യണം കാലൊക്കെ. അങ്ങനെയൊക്കെ കുറെ പണിയുണ്ട്. ഇന്നലെ സമയത്തിന് ആയി. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പം ഞാനിപ്പോൾ നിർത്താൻ പോകും. അപ്പം ഇന്നലെ ഞാൻ അച്യുതാഷ്ടകമാണ് ചെല്ലിയത്. ഇന്ന് ഞാൻ മുകുന്ദാഷ്ടകം, അച്യുതാഷ്ടകത്തിലെ 4 ശ്ലോകമേ ചെല്ലിയുള്ളൂ. ഇനി 4 ബാക്കിയുള്ളത്. ഞാൻ എപ്പോഴും ചെല്ലാം. പിന്നെ നമുക്ക് മുകുന്ദാഷ്ടകം ചെല്ലാം. കരാരവിന്ദേന പാരാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യവത്രസ്യ പുടേശാനം ബാലം മുകുന്ദം മനസാസ്മരാമി സമൃദ്ധലോകാൻ വടവത്രമത്യേശാനമാദ്യന്തവിഹീന രൂപം സർവേശ്വരൻ സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി അലോക്യമാതർമുഖമാതരനാസ്തന്യം പിബന്ധം സരസീരുകാശം സച്ചിന്മയം ദേവം അനന്തരൂപം ബാലം മുകുന്ദം മനസാസ്മരാമി ഇന്ദീവര ശ്യാമള കോമളാംഗം ഇന്ദ്രാദിദേവ അർച്ചിത പാദപത്മ സന്താനകൽപദ്രുവം ആസിദാനം ബാലം മുകുന്ദം മനസാസ്മരാമി. അപ്പം ഞാനിന്ന് 4 ശ്ലോകങ്ങൾ ചൊല്ലി. അത് എല്ലാം ഈ അഷ്ടകങ്ങളാണ്. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാണ് അഷ്ടകം എന്ന് പറയുന്നത്. മുകുന്ദാഷ്ടകത്തിന്റെ 4 ചൊല്ലി, അച്യുതാഷ്ടകം ചൊല്ലി. ഇനിയും പിന്നെ ശിവാഷ്ടകമുണ്ട്. ഭഗവാൻ ശിവനും നാരായണൻ തന്നെയാണ്. നാരായണന്റെ നെഗറ്റീവ് എനർജിയാണ് ശിവനില്ലെന്നേ ഉള്ളൂ. രണ്ടും നാരായണൻ തന്നെയാണ്. വിഷ്ണു നാരായണൻ തന്നെയാണ്, ശിവനും നാരായണനാണ്. പക്ഷെങ്കിൽ നമുക്ക് മോക്ഷവും മുക്തിയും വേണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ എന്താ പറയുക എൻലൈറ്റ്മെന്റ് വേണമെങ്കിൽ, നമ്മൾ പരമമായ ശാന്തി അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിഷ്ണു ഭക്തിയിൽ കൂടെ വന്നെങ്കിലേ പറ്റുള്ളൂ. കാരണം അതാണ് പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നത്. അതിലാണ് സത്യം ഇരിക്കുന്നത്. അപ്പം ഇന്നത്തെ പാഠം ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നമുക്ക് നാളെ ബാക്കി പഠിക്കാം. 9:28 ആയതേ ഉള്ളൂ. 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനത് ഒരു ടോപ്പിക് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ എന്റെ സമയത്തിനെ ബാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം, നന്ദി, നമസ്കാരം. ഫിനിഷ്. ഓം നമോ നാരായണ.